നമസ്കാരം. ഈ ഇലക്കറികൾ കർക്കിടകാലത്ത് മാത്രമല്ല ഏത് കാലത്താണെങ്കിലും നല്ലത് തന്നെയാണ്. ശരീരത്തിന് ആവശ്യമായിട്ടുള്ള അയൺ, കാൽഷ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് അതുപോലെ ധാരാളം പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. എങ്കിലും കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്ന് നാം പൊതുവെ കേൾക്കാറുണ്ട്. ഈ സമയത്ത് മുരിങ്ങയിലയ്ക്ക് കയ്പുണ്ടാകും, ഇത് വിഷാംശം ഉള്ളതുകൊണ്ടാണെന്നൊക്കെ പറയപ്പെടാറുണ്ട്. മുരിങ്ങ മണ്ണിലെ വിഷം വലിച്ചെടുക്കും. ഈ വിഷം തടിയിൽ സ്റ്റോർ ചെയ്യുകയും മഴക്കാലത്ത് തടിയിൽ ധാരാളം ഇങ്ങനെ വെള്ളം കയറുന്നത് കൊണ്ട് വിഷാംശം ഇലയിലൂടെ പുറന്തള്ളും. ഇതുമൂലം ഇലയിൽ ചെറിയ തോതിൽ വിഷാംശം ഉണ്ടാവുകയും ചെയ്യുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ഇതുകൊണ്ടാണ് കനത്ത മഴയുള്ള കർക്കിടകത്തിൽ മുരിങ്ങയില കഴിക്കരുതെന്നൊക്കെ പണ്ടുള്ളവർ പറയുന്നത്. പക്ഷെ ഇത് ശാസ്ത്രീയമായിട്ടൊന്നും തെളിയിക്കപ്പെട്ടിട്ടുമില്ല. എങ്കിലും ആരോഗ്യപരമായ മറ്റു പല കാരണങ്ങൾ കൊണ്ടും കർക്കിടകത്തിൽ മുരിങ്ങയില ഒഴിവാക്കുന്നതാവും നല്ലത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഈ കത്തുന്ന ചൂടിൽ നിന്ന് പെട്ടെന്നുള്ള തണുപ്പിലേക്കുള്ള അന്തരീക്ഷത്തിന്റെ ഈ മാറ്റം നമ്മുടെ ശരീരത്തിനെ പല വിധത്തിൽ ബാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയും അതുപോലെ ദഹനശക്തിയും ഒക്കെ കുറയുകയും ചെയ്യും. മറ്റ് ഇലക്കറികളെ അപേക്ഷിച്ച് മുരിങ്ങയില ദഹിക്കാൻ കുറച്ച് പ്രയാസമാണ്. ഓൾറെഡി ദഹനശക്തി ക്ഷയിച്ചിരിക്കുന്ന സമയത്ത് മുരിങ്ങയില കഴിക്കുമ്പോൾ ശരിയായിട്ടുള്ള ദഹനം നടക്കാതെ വരികയും ദഹിക്കാൻ പ്രയാസമുള്ള വസ്തുക്കൾ ചെറിയ രീതിയിലെങ്കിലും ശരീരത്തിലേക്ക് ഒരു ടോക്സിസിറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നു. ശരിയായ ദഹനം നടന്നെങ്കിൽ മാത്രമേ ന്യൂട്രിയൻസ് ഒക്കെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയുള്ളൂ. കൂടാതെ വയറിളക്കം പോലെയുള്ള രോഗങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാണ് മൺസൂൺ. നമുക്കറിയാം, മുരിങ്ങയില കഴിച്ചിട്ടുണ്ടെങ്കിൽ നോർമലായിട്ട് കുറച്ച് വയറിളകി പോകാറുണ്ട്. ഓൾറെഡി വയറിളക്കം വരാൻ സാധ്യതയുള്ള സമയത്ത് വയറിളകുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളും കൂടെ കഴിക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒഴിവാക്കുന്നതാണ് നല്ലത്. മറ്റൊരു ശാസ്ത്രീയവശമുള്ളത് മുരിങ്ങയില ശരീരത്തിലെ കൊഴുപ്പ് നീക്കാൻ നല്ലതാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വെയിറ്റ് റിഡക്ഷൻ ഡയറ്റിലൊക്കെ മുരിങ്ങയില ഉൾപ്പെടുത്താറുള്ളത്. എന്നാൽ മഴക്കാലത്ത് ശരീരത്തിൻ്റെ ഊഷ്മാവ് നിലനിർത്തുന്നതിന് കൂടുതൽ കൊഴുപ്പ് ആവശ്യമായി വരുന്നു. മുരിങ്ങയില കൊഴുപ്പ് ശരീരം വലിച്ചെടുക്കുന്നതിനെ തടയുകയും ചെയ്യുന്നു. കൂടാതെ ഈ മഴക്കാലത്ത് ഈ മുരിങ്ങയിലയുടെ അടിയിൽ കൂടുതലായിട്ട് പ്രാണികളും പുഴുക്കളും അതിൻ്റെ മുട്ടകളും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കാം കർക്കിടകത്തിൽ മുരിങ്ങക്കോലിനോടൊന്നും ഇല്ലാത്ത ഒരു വേർതിരിവ് മുരിങ്ങയിലോട് ഉണ്ടായത്.